പാലക്കാട് കല്ലേക്കാട് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. DCC സെക്രട്ടറി നന്ദ ബാലന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിനിടെ ഒരാളുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. അജിത് ബാബു നൽകും വിവരങ്ങൾ. അജിത്ത്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഉണ്ടായത്? ഈ ബോർഡ് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ ബോർഡാണോ? തീർച്ചയായും, അതായത് ഇലക്ഷൻ ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തുടർന്നുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ പിന്നീട് അത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കലാശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് DCC സെക്രട്ടറി ആയിട്ടുള്ള നന്ദബാലന്റെ വീട്ടിലേക്ക് പ്രവർത്തകർ എത്തുകയും പിന്നീട് കല്ലേറുണ്ടാകുകയും കല്ലേറിലാണ് KSUവിൻ്റെ ഒരു പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ അക്രമം അഴിച്ചുവിട്ടത് BJP പ്രവർത്തകനാണെന്നാണ് DCC സെക്രട്ടറി ഇത്തരത്തിൽ നന്ദബാലൻ പറയുന്നത്. സംഘർഷത്തിൽ ഇത്തരത്തിൽ ഏകപക്ഷീയമായ അക്രമമാണ് ഉൾപ്പെടെ ഉണ്ടായതെന്നും കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഉൾപ്പെടെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നന്ദബാലൻ പറയുന്നുണ്ട്. ഇത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്കുൾപ്പെടെ ഈ അക്രമത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. ഏതാണെങ്കിലും ഈ കണ്ണിന് പരിക്കേറ്റ KSU പ്രവർത്തകൻ ചികിത്സയിലാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇലക്ഷന്റെ ദിവസം തന്നെ ഇത്തരത്തിലൊരു അക്രമത്തിന്റെ വാർത്ത വരുന്നത് സ്വാഭാവികമായും നമുക്കറിയാം. തെരഞ്ഞെടുപ്പുകൾ സുതാര്യമായി നടക്കേണ്ടതാണ്. ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും മഹത്തായ സന്ദേശം നൽകുന്ന ഒന്നാണ് തെരഞ്ഞെടുപ്പുകൾ. അന്നത്തെ ദിവസം തന്നെ ഇന്നലെ രാത്രി ഉണ്ടായ ഇത്തരത്തിലൊരു വാർത്തയിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ടി വരുന്നത് വലിയ വിഷമമുണ്ടാക്കുന്നതാണ്. ഏതാണെങ്കിലും ഈ KSU പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതരമായാണ് പരിക്കേറ്റിരിക്കുന്നത്. ശരി അജിത്ത്, പാലക്കാട് നിന്ന് അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.